KSRTCയെ കുഴിച്ചു മൂടാനുള്ളൊരു പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫ്ലീറ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു പദവി നൽകി. ഈ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഗവൺമെൻറ് സ്കീം ഇറക്കിക്കൊണ്ട് ഇതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഈ KSRTCയെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ കാലങ്ങളായി നടന്നു വരികയാണ്. ഈ നിലവിലുള്ള തീരുമാനം KSRTCയെ കുഴിച്ചു മൂടാനുള്ള പദ്ധതികളുടെ അവസാന ലാപ്പാണ്. അല്ല, അദ്ദേഹം അവസാനം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ഞെട്ട് വന്നു. അദ്ദേഹം ഞെട്ടുവെന്ന് പറഞ്ഞ ഞെട്ടൽ ഇതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. നമസ്കാരം. 140 കിലോമീറ്റർ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതി നൽകുകയാണോ ഇടത് സർക്കാർ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ 13 റൂട്ടുകളിൽ പുതിയ സ്വകാര്യ ബസ് സർവീസിനായി RTA അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BMS നേതാവായ അജയ് കുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ 140 കിലോമീറ്റർ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും സമാനമായ രീതിയിലുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിലെ സത്യത്തിൽ ആരാണ്? അല്ല, പത്തനംതിട്ട ജില്ല മാത്രമല്ല, പത്തനംതിട്ട, പാല, അങ്ങനെ കേരളത്തിലെ എല്ലാ KSRTCയെ കുഴിച്ചു മൂടാനുള്ളൊരു പദ്ധതിയാണ്. കാരണം കുറച്ച് നാളുകളായി KSRTCയെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ഭരണകക്ഷി യൂണിയനും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. ഇന്ന് കേരളത്തിലെ KSRTCയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. തിരുവനന്തപുരത്തു നിന്നൊരു ബസ് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിയാൽ അത് അവസാന ബസ് സ്റ്റേഷൻ വരെ, ബോർഡ് വയ്ക്കുന്ന സ്ഥലം വരെ എത്തിച്ചേരുന്ന ഗതാഗത സംവിധാനം ഇന്ന് KSRTCയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് KSRTCക്ക് ഫ്ലീറ്റ് ഓണർഷിപ്പ് സംവിധാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ച് നൽകിയത്. എല്ലാ ഡിപ്പോയിലും ജീവനക്കാർക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഉള്ള എല്ലാ സൗകര്യങ്ങളും, ബസ്സിൽ സ്വന്തമായി ഡിപ്പോ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സംവിധാനം വരെ ഉള്ള ഒരു സംവിധാനം ഇന്ന് KSRTCക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് KSRTCക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫ്ലീറ്റ് ഓണർഷിപ്പ് എന്നുള്ളൊരു പദവി നൽകിയത്. ആ പദവിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അവർ ഗവൺമെൻറ് സ്കീം ഇറക്കിക്കൊണ്ട് ഇതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യം 140 കിലോമീറ്റർ ഓർഡിനറി വന്നു, ലിമിറ്റഡ് സ്റ്റോപ്പ് വരുന്നു. അങ്ങനെ പല തരത്തിലുള്ള സ്കീമുകൾ ഇറക്കിക്കൊണ്ട് ഈ KSRTCയെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ കാലങ്ങളായി നടന്നു വരികയാണ്. അതിൻ്റെ ഒരു അന്തിമ ഘട്ടമാണ് ഇന്നിപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പത്തനംതിട്ടയായിരുന്നാലും അതുപോലെ തന്നെ പാലയായിരുന്നാലും എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ മലയോര മേഖല, തീരദേശ മേഖല, അത്തരം സ്ഥലങ്ങളിലൊക്കെ ലാഭം നോക്കാതെ സർവീസ് നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം, അതുപോലെ ഒരു സർക്കാർ നയമാണ് പൊതുഗതാഗതവും. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തെ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് വെല്ലുവിളിക്കുന്ന ജനങ്ങളെ. KSRTCയിൽ 44,000 തൊഴിലാളി ഉണ്ടായിരുന്നു, 22,000 6000 ബസ്സുണ്ടായിരുന്നത് 4300 ബസ്സായി. അങ്ങനെ കുപ്പിക്കഴുത്ത് പോലെ KSRTC ആവുമ്പോൾ അത് ഈ സമൂഹത്തിനോടുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾ സുരക്ഷിതവും സുഖകരവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു ഏജൻസി KSRTCയാണ്. അല്ലാതെ ഒരു സ്ഥാപനവും, അല്ലാതെ ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഈ ആറ്റിങ്ങൽ, കൊല്ലം കഴിഞ്ഞാൽ അങ്ങോട്ട് വടക്കോട്ട് പോയാൽ നമുക്കറിയാം വൈകുന്നേരമായാൽ ഉള്ള യാത്രാ ദുരിതം എന്താണെന്നുള്ളത്. അതുമാത്രവുമല്ല, ഒരു കാലഘട്ടത്തിൽ ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ KSRTCയുടെ സുവർണകാലമാണ്. എല്ലാ ശബരിമല സീസണിലും KSRTC 1000 പുതിയ ബസ്സുകൾ ഇറക്കിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് KSRTC പോകുന്നത്. അവിടെ നിന്നും ഈ ശബരിമല സീസൺ കഴിഞ്ഞ് ജനുവരി മാസം 20 കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഡിപ്പോകളിലേക്ക് പുതിയ ബസ്സുകളെ വീതം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ നടക്കുന്ന ശബരിമല സീസണിൽ ഒരു ബസ് അവിടെ തീപിടിക്കുന്ന അവസരം ഉണ്ടായി. ഭാഗ്യത്തിന് അതിലെ യാത്രക്കാരില്ലാതിരുന്നത് കൊണ്ടാണ്
വലിയ ഒരു ജീവഹാനി സംഭവിക്കാത്തത്. 15 വർഷം പഴക്കമുള്ള ബസ്സുകളാണ്. അതായത് ഈ പണ്ട് സിനിമ ഒരു ദിലീപിൻ്റെ ഒരു സിനിമയുണ്ട്, പറക്കും തളിക. ആ പറക്കും തളിക സിനിമയെപ്പോലും ആ സിനിമയിലെ ആ കഥാരൂപത്തെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ഇന്ന് KSRTCയുടെ ബസ്സുകളുടെ ഗതി. അപ്പോൾ അങ്ങനെ KSRTCക്ക് കൂടുതൽ ബസ്സുകൾ ഇറക്കിക്കൊണ്ട്, KSRTCയിൽ കൂടുതൽ സർവീസുകൾ തുടങ്ങിക്കൊണ്ട്, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് മാത്രം നോക്കാതെ സർക്കാരിൻ്റെ പൊതുഗതാഗത നയം നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകും. ഈ നിലവിലുള്ള തീരുമാനം KSRTCയെ കുഴിച്ചു മൂടാനുള്ള പദ്ധതികളുടെ അവസാന ലാപ്പാണിത്. പക്ഷേ ഈ ഗണേഷ് കുമാർ മന്ത്രി വന്നതിന് ശേഷം KSRTCക്ക് ഒരു പുതിയ ജീവൻ ഉണ്ടാകുമെന്നല്ലേ പ്രതീക്ഷിച്ചിരുന്നത് പൊതുവെ തൊഴിലാളികളല്ല? അല്ല, അദ്ദേഹം അവസാനം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ഞെട്ട് വന്നു. അദ്ദേഹം ഞെട്ടുമെന്ന് പറഞ്ഞ ഞെട്ടൽ ഇതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ KSRTCയിൽ അടിസ്ഥാനപരമായ വലിയ മാറ്റങ്ങളുണ്ടാക്കും, KSRTCയിലെ ചോർച്ചകൾ അടയ്ക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ എള്ളു കയറി പരിശോധിച്ചുള്ളൊരു കണക്ക് ഇതുവരെ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം KSRTCക്ക് വരവെത്ര ചിലവെത്ര എന്നുള്ള കണക്ക് KSRTC നമുക്കും തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരവെത്ര ചിലവെത്ര എന്നുള്ള കണക്ക് തന്നാൽ പോരാ, എത്ര രൂപ വരുമാനമുണ്ടായി, എത്ര രൂപ ഓരോ വിഭാഗത്തിലേക്ക് എത്ര രൂപ ചിലവായി, അങ്ങനെ ഒരു കണക്ക് പുറത്തുവിടണം. അങ്ങനെ ഒരു കണക്ക് പോലും പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. ഇപ്പോൾ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം. അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും 5 തീയതി എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം 1 തീയതി പറഞ്ഞു. ആ മുഖ്യമന്ത്രിയെയും കടത്തിവെട്ടിക്കൊണ്ട് 1 തീയതി പറഞ്ഞിട്ട് ആ 1 തീയതി പോലും കൃത്യമായ ശമ്പളം നൽകാൻ പോലും ഇതുവരെ കഴിയാത്തൊരു സാഹചര്യത്തിൽ പിന്നെ എന്ത് പ്രതീക്ഷയാണ് അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വയ്ക്കാൻ കഴിയുന്നത്? സത്യത്തിൽ അവിടെ നടക്കുന്നത് ചില ട്രാൻസ്ഫറുകൾ മാത്രമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ട്രാൻസ്ഫറുകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.